സർക്കാർ ആശുപത്രികളിലെ പൊതിച്ചോറ് വിതരണം നിർത്തലാക്കാൻ ഒരുങ്ങി യു.ഡി.എഫ് സർക്കാർ. ആശുപത്രികളിൽ നൽകുന്ന സൗജന്യ ഭക്ഷണ വിതരണം നിർത്തലാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വർഷങ്ങളായി ഡിവൈഎഫ്ഐ അടക്കം നൽകുന്ന ഭക്ഷണ വിതരണം തകർക്കാനാണ് സർക്കാരിന്റെ നീക്കം. 2017 മുതലാണ് ഡിവൈഎഫ്ഐ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ഉച്ചഭക്ഷണം വിതരണം തുടങ്ങിയത്. പ്രതിദിനം 40,000-ലധികം ഭക്ഷണ പൊതികളാണ് വിതരണം ചെയ്തു വരുന്നത്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വളരെ ഉപകാരപ്രദമായ ഈ മാതൃകാ പദ്ധതിയെ നിർത്തലാക്കണമെന്ന് കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ എം.എൽ.എ. ജി സുധാകരൻ പറഞ്ഞിരുന്നു. ഇന്ന് ആരോഗ്യമന്ത്രി വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴും ജി സുധാകരൻ തന്റെ ആവശ്യം മുന്നോട്ട് വെച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി നിർത്തലാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. ഈ പല ആളുകളിങ്ങനെ ബാനർ കെട്ടി ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ബാനർ കെട്ടി കൊടുക്കാൻ പാടില്ല. ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ തീരുമാനിച്ചു. അതിന് ആർക്ക് വേണമെങ്കിലും ഭക്ഷണം കൊണ്ട് അവിടെ ഏൽപ്പിക്കാം. അതിന് സംഘടന, പക്ഷേ ബാനറോ പേരോ കൊടിയൊന്നും പാടില്ല. എന്നാൽ ഡിവൈഎഫ്ഐ നടത്തുന്ന മാതൃകാപരമായ പദ്ധതി തുടരുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കളും പറയുന്നു. ഡിവൈഎഫ്ഐ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇവിടെ വിശന്നിരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ട് എങ്കിൽ, അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐ അവസാന ശ്വാസം വരെ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കും. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരന്റെ വിശപ്പിന്റെ രാഷ്ട്രീയമാണ്. അതിന്റെ കൂടെ തന്നെ നിൽക്കും ഡിവൈഎഫ്ഐ അവസാന ശ്വാസം വരെ. പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കുകയും മാതൃകാപരമായി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന സർക്കാർ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിൽ ഉയരുന്നത്. കൈരളി ന്യൂസ്, ആലപ്പുഴ.